വെൽക്കം ടു മൈ ചാനൽ ഡിജീസ് മീഡിയ. അപ്പൊ ഞാനിന്ന് മണത്തല ശിവപാർവതി ക്ഷേത്രത്തിലാണ്. പരമശിവനും ശ്രീ പാർവതിക്കും തുല്യ പ്രാധാന്യത്തോടെ വെവ്വേറെ ശ്രീകോവിലോട് കൂടിയ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ. ഉഗ്രഭാവത്തിൽ ഉള്ള സങ്കല്പത്തോടെ ഉള്ള ശിവക്ഷേത്രങ്ങളിൽ എല്ലാം ശ്രീകോവിൽ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കും. ഇവിടുത്തെ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവൻ അർജുനന് പാശുപാതാസ്ത്രം നൽകിയ സമയത്തെ സൗമ്യനായ കിരാതമൂർത്തിയുടെ സങ്കല്പത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ പ്രത്യേക ദർശന രീതിയായ ആദ്യം ശ്രീ പാർവതിയെ തൊഴുത് പിന്നീട് ശിവനെ തൊഴുത് പിന്നെ വീണ്ടും ശ്രീ പാർവതിയെ തൊഴുന്നതിൽ നിന്ന് തന്നെ രണ്ടു പേർക്കും തുല്യ പ്രാധാന്യം ആണെന്ന് വ്യക്തമാണ്. ശിവനെയും പാർവതിയെയും ഒരുമിച്ച് പ്രദക്ഷിണം വെക്കാം എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. മറ്റു ശിവക്ഷേത്രങ്ങളിലെ പോലെ പാതി പ്രദക്ഷിണം വെച്ച് തിരിച്ചു പോരേണ്ടതില്ല. മാത്രമല്ല, ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ തുടങ്ങി സപരിവാരത്തോടു കൂടിയുള്ള പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളും കേരളത്തിൽ അത്യപൂർവമാണ്. പുറത്ത് ക്ഷേത്രപാലനും നാഗങ്ങളും ഉണ്ട്. മുനിവര്യനായിരുന്ന ഗരമഹർഷിയാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രതിഷ്ഠിക്കപ്പെട്ടതായി ഐതിഹ്യമുള്ള ഇവിടുത്തെ വിഗ്രഹങ്ങൾ തുടക്കത്തിൽ മുനിവര്യന് തപസ്സിന്റെ പരിസമാപ്തിയിൽ കൈലാസമൂർത്തിയായ ശിവൻ ശ്രീ പാർവതി സമേതം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് നാട്ടുകാർ നെയ്വിളക്ക് തെളിയിച്ച് ആരാധിച്ചു വരികയും ക്രമേണ ആ സ്വയംഭൂ ചൈതന്യത്തെ താന്ത്രിക രീതിയിൽ ക്ഷേത്ര നിർമ്മാണം നടത്തി പ്രതിഷ്ഠിച്ചു ഇന്നത്തെ രീതിയിൽ എത്തിച്ചത്. ഇഷ്ട വഴിപാടുകളായ ശ്രീ പാർവതിക്ക് പട്ടും താലിയും ചാർത്തല്, ശിവന് ജലധാര, ശംഖാഭിഷേകം, കൂവളമാല, നെയ്വിളക്ക് സമർപ്പിക്കൽ മുതലായ വിശേഷാൽ വഴിപാടുകൾ നടത്തിയതുകൊണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ച നിരവധി അനുഭവസ്ഥർ ഇപ്പോഴും ഈ തലമുറയിൽ തന്നെ. ഞാൻ രവി, ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളനാണ്. നൂറ്റാണ്ടുകൾ, ഏകദേശം 2000-ൽ പരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് മണത്തല ശിവപാർവതി ക്ഷേത്രം. ശിവനും ശ്രീപാർവതിക്കും വെവ്വേറെ ശ്രീകോവിലോട് കൂടി തുല്യ പ്രാധാന്യത്തോടെയുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ അത്യപൂർവമാണ്. മാത്രമല്ല, ശ്രീപാർവതിയുടെ അതിമനോഹരമായ വിഗ്രഹം കൂടിയാണ് ഇവിടെ. 2 വർഷം മുമ്പ് വരെ വളരെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു ഈ ക്ഷേത്രം. 2 വർഷത്തിന് കഴിഞ്ഞ് 2022-ൽ ലക്ഷദ്വീപ സമർപ്പണം നടത്തിയതിനു ശേഷമാണ് ക്ഷേത്രത്തിന്റെ പടിപടിയായുള്ള അഭിവൃദ്ധി തുടങ്ങിയത്. ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരുന്ന കടലിലെ ആറാട്ട്, മലബാർ ഏരിയയിൽ തന്നെ കടലിലെ ആറാട്ടുള്ള ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല. കടലിലെ ആറാട്ട്, ഈ വർഷവും കടലിലെ ആറാട്ട് നടക്കുന്നുണ്ട്. ഡിസംബർ 23 മുതൽ 26 വരെ 4 ദിവസങ്ങളിലായി ഉത്സവം നടക്കുകയാണ്. ഡിസംബർ 26 വ്യാഴാഴ്ചയാണ് കടലിലെ ആറാട്ട്. അതിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം കൂടി ഉണ്ടാവും. ബഹു MP അബ്ദുസമദ് സമദാനി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MR മുരളി തുടങ്ങിയവർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരിക്കും. നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അഹോരാത്രമുള്ള അധ്വാനത്തിന്റെ ഫലമായാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയും അഭിവൃദ്ധി വന്നത്. എല്ലാവരുടെയും സഹകരണം എല്ലാ നിലയ്ക്കും ഉണ്ടാവാറുണ്ട്.
1982 ഈ ക്ഷേത്രത്തിന്റെ ഒരു ഫോട്ടോ ആണിത്. ഇങ്ങനെ കിടന്നിരുന്ന ഈ ക്ഷേത്രമാണ് പിന്നെ പടിപടിയായി മുന്നോട്ട് ഈ രീതിയിലൊക്കെ എത്തിക്കാൻ സാധിച്ചത്. അതിന് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണം ഉള്ളത് കൊണ്ട് ഈ രീതിയിലൊക്കെ എത്തിപ്പെട്ടു. അപ്പൊ ഏതായാലും നാട്ടുകാർക്ക് ക്ഷേത്രത്തിലുള്ള പ്രതിബദ്ധത കാരണം അമ്പലം വളരെ നന്നായി ജീർണാവസ്ഥയിൽ നിന്നും ഇതുവരെയൊക്കെ പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു. ക്ഷേത്രത്തിലേക്കുള്ള പഴയ ഗോപുരമാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിൻ്റെ ഇങ്ങനെയുള്ള പണികളും കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇപ്പൊ നടന്ന് ഇപ്പൊ ഈ രൂപത്തിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ മൊത്തം പ്രദക്ഷിണം ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടെ ശ്രീ പാർവതി ദേവി ഇടത് ഭാഗത്തുള്ളത് കൊണ്ട് മുഴുവൻ പ്രദക്ഷിണം വയ്ക്കാവുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശ്രീ പാർവതി ദേവിയുടെ വേർപെട്ടുള്ളൊരു വിഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് മൊത്തം മുഴുവൻ പ്രദക്ഷിണം ചെയ്യാവുന്ന ക്ഷേത്രങ്ങളിൽ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ. പിന്നെ നമുക്കിവിടെ പ്രതിഷ്ഠകളും ശ്രീകോവിലുകളൊക്കെ കൂടാതെ ഗണപതി, ബാലഗോപാലൻ, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ക്ഷേത്രപാലൻ തുടങ്ങിയ ഉപദേവന്മാരും ഉണ്ട്. ക്ഷേത്രപാലന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ശിവനും ശ്രീപാർവതിക്കും ഏതൊരു ചടങ്ങ് നടത്തുകയാണെങ്കിലും ശിവന് ചെയ്യുന്ന അതേ പ്രാധാന്യത്തോടെ ശ്രീപാർവതിക്കും ചെയ്യണം. അത് ക്ഷേത്രപാലന്റെ. ഇല്ല. സുബ്രഹ്മണ്യനും ബാലഗോപാലനും. ഇവിടുത്തെ വേറൊരു പ്രാധാന്യം ശിവനെ എന്തൊരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ അതേ തുല്യ പ്രാധാന്യത്തോടെ ശ്രീപാർവതിക്ക് വേണം. ഇപ്പോ ശിവേലി ആണെങ്കിൽ 2 ആന വേണം, ശിവൻ ശ്രീപാർവതിക്കും വെവ്വേറെ തടമ്പ് വേണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ശിവന്റെ തുല്യ പ്രാധാന്യമാണ് ശ്രീപാർവതിക്ക് ഉള്ളത്. 2 ആന ഉണ്ടാവും. എന്ത് ചടങ്ങിന് 2 വലിയ ബലിക്കല്ലുണ്ട്. തുല്യ പ്രാധാന്യമാണ് ശിവന് ചെയ്യുന്ന എല്ലാ ചടങ്ങും, നവകം, പഞ്ചഗവ്യം തുടങ്ങിയ എല്ലാ ചടങ്ങും ശ്രീപാർവതിക്ക് കൂടി തുല്യ പ്രാധാന്യത്തോട് വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു. നമ്മുടെ കടലിലേക്ക് ആറാട്ട് നടക്കുന്നത് ഏത് സമയത്താണ്? വൈകുന്നേരം ഏകദേശം ഒരു 3 മണിക്ക് പോകും ഇവിടുന്ന്. 26-ാം തീയതി 3 മണിക്ക് പോകും. ഏകദേശം 4 മണിയോടുകൂടി ആറാട്ട് അല്ലേ 4 മണിയുടെ ആറാട്ട് കഴിഞ്ഞ് 5 മണിയോട് തിരിച്ചു പോരും. വാദ്യമേളങ്ങളോടെ താലപ്പൊലിയോടെ 2 ഗജവീരന്മാരുടെ പുറത്ത് തിടമ്പേറ്റി ശിവന്റെ ശ്രീപാർവതിയും തിടമ്പേറ്റി തിരിച്ചു പോരും. ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോരും. പിന്നെ പ്രതിഷ്ഠാദിനുണ്ട്, ശിവരാത്രി, പിന്നെ തിരുവാതിര. പരമ്പരാഗതമായ രീതിയിൽ തിരുവാതിര സ്ത്രീകളുടെ നേതൃത്വത്തിൽ ആഘോഷിക്കാറുണ്ട്. അത് മേടമാസത്തില് അത്തമാണ് പ്രതിഷ്ഠാദിനം. തീർച്ചയായിട്ടും. പിന്നെ അതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിവുകളോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നേ ദിവസം നിത്യപൂജ, പിന്നെ ധാര, ശംഖാഭിഷേകം, ശ്രീപാർവതി പട്ടും താലിയും ചാർത്തൽ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. അതുകൊണ്ട് അനുഭവസ്ഥർ ഇവിടെ നിലവിലെ തലമുറയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അനുഭവം ലഭിച്ച, കാര്യസിദ്ധി നേടിയുള്ള അനുഭവമുള്ള വ്യക്തികൾ അല്ലെ ഭക്തര് നിലവിലുണ്ട്. ഇവിടുത്തെ തന്ത്രിമാര് ആരാണ്? തന്ത്രി ശ്രീ കാലടി പടിഞ്ഞാറത്ത് മണിക്കൽ ശങ്കരനന്ദി നമ്പൂതിരിപ്പാടാണ്. പൂജ ചെയ്യുന്നത് വിനോദ് പെരുമന എന്ന് പറയും, പാലക്കാട്ടുകാരനാണ്. സെമ്പ്രാന്തിരി ായിരുന്ന തലക്കുളത്തൂർ ഭട്ടതിരിയുടെ ജന്മസ്ഥലമായിരുന്നു ഇവിടെ. അടുത്ത പ്രദേശമായ പഞ്ചാരമൂല എന്ന് പറയുന്ന നടുവത്ത് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അദ്ദേഹത്തിന്റെ ഇല്ലപ്പറമ്പും ഇല്ലത്തിന്റെ അവശിഷ്ടങ്ങളും ഇപ്പോഴും അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ കുടപ്പുറത്ത് വന്ന 10 ഭഗവതിമാരിൽ, അതായത് പാറശ്ശേരി ചെറിയരിക്കാവ് മുതൽ തുടങ്ങിയ 10 ഭഗവതിമാരുടെ പിതാവ് എന്ന സ്ഥാനം കൂടിയാണ് ഇവിടുത്തെ മഹാദേവനുള്ളതെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. നല്ലച്ഛൻ എന്നാണ് പറയാ. അതായത് ആ 10 ഭഗവതിമാരുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അച്ഛന്റെ സ്ഥാനമുള്ള ഒരു സ്ഥാനം കൂടി ഇവിടുത്തെ മഹാദേവൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്ഷേത്രത്തിന്റെ മുൻവശത്തിനായിട്ട് ഒരു ആലും അതിനോടനുബന്ധിച്ച് കുളവും ഒക്കെ ഉണ്ട്. അപ്പൊ ആലൊക്കെ ഒരു തറ കെട്ടി നന്നായിട്ട് സംരക്ഷിച്ച് വരണം. അപ്പൊ അത് ഈ നമ്മുടെ ആറാട്ട് ഉത്സവം കഴിയുന്നതോട് കൂടിയിട്ട് അതിനുള്ളൊരു ഭാഗ്യമൊക്കെ നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഉണ്ടാവട്ടെ. അത് കഴിഞ്ഞ് ആ കുളവും ഒന്ന് നല്ല വൃത്തിയാക്കി എടുത്താൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിന്റെ ഈ കുളത്തിന്റെ അപ്പുറത്ത് തന്നെ ഒരു അയ്യപ്പന്റെ ഒരു
അമ്പലമുണ്ട് കേട്ടോ. അതിപ്പോൾ ഈ വൃശ്ചികത്തിൽ അവിടെ അയ്യപ്പവിളക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ മണത്തല ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അടുത്തുള്ള നാട്ടുകാർ വളരെ സഹകരിച്ച് കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങളും നാട്ടുകാരും കൂടി സഹകരണത്തോടെ ഇതുവരെയൊക്കെ എത്തി. ഇനിയും മുന്നോട്ട് എല്ലാത്തിനും നാട്ടുകാരുടെ സഹകരണം ഉണ്ടാവട്ടെ. അതുപോലെ ഭക്തജനങ്ങളുടെയും. കാരണം ഇതൊരു നാടിൻ്റെ ഒരു ദേശത്തിൻ്റെ ഒരാവശ്യമാണ്. കാരണം ജീർണാവസ്ഥയിലുള്ള ഒരു ക്ഷേത്രം ഇതുവരെയൊക്കെ ഉയർന്നു വന്നതെന്ന് പറഞ്ഞാൽ തന്നെ നാട്ടുകാരും എല്ലാവരും കൂടി അഹോരാത്രം പരിശ്രമിച്ചത് കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ എനിക്ക് എടുക്കാനും പിന്നെ ഈ അമ്പലം വന്ന് കാണാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആദ്യമായിട്ട് എന്നോട് എനിക്ക് വേണ്ടി സഹകരിച്ചു തന്ന മഹേഷ് ഏട്ടൻ, പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ഒരാളുമാരായ രവിയേട്ടൻ, രാജീവേട്ടൻ എന്നിവരോടൊക്കെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പം മലബാറിൽ മേഖലയിൽ കടലിൽ ആറാട്ട് നടത്തുന്ന ഏക ക്ഷേത്രമാണ് ഇത് എന്നും കൂടി നിങ്ങളോട് അറിയിക്കുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ആറാട്ടോട് കൂടിയിട്ട്, കടലിൽ ആറാട്ടോട് കൂടിയിട്ട് നമ്മളെ ഇവിടെ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതായത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ എവിടെയും ഞാനത് കണ്ടിട്ടില്ല. അപ്പം മലബാറിലെ തന്നെ എന്ന് പറയാം, കേരളത്തിലെ എന്ന് പറയാൻ പറ്റില്ല, മലബാറിലെ തന്നെ. അപ്പോൾ ഏതായാലും ഡിസംബർ മാസത്തിലാണ് ഈ പരിപാടികൾ വരുന്നത്. അപ്പം എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കുക. ഭഗവാന്റെയും ദേവിയുടെയും ഒക്കെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇപ്പോൾ ആറാട്ട് നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഏതായാലും ആ മാസത്തിൽ, ഡിസംബർ മാസത്തിൽ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏതായാലും ഇതുവരെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്ന് സഹകരിച്ച എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും നല്ല നല്ല വീഡിയോകൾ ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൾ എനിക്ക് പൂർണ്ണമായിട്ടും, നിങ്ങളുടെ പിന്തുണയും ഒക്കെ എന്നും ആവശ്യമാണ്. അപ്പോൾ ഇതുവരെ സഹകരിച്ച, എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ നല്ല പ്രേക്ഷകർക്കും പിന്നെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ ഇന്ന് ഞായറാഴ്ച ആയ കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇതിനെക്കാളും നല്ല തിരക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ക്ഷേത്രമൊക്കെ ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ കാണേണ്ട ക്ഷേത്രങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നാട്ടിൻപുറത്ത് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നമ്മളുടെയൊക്കെ സഹകരണത്തോടെ മുന്നോട്ട് ഉയർന്നു പോവുകയുള്ളൂ. അപ്പോൾ നന്ദി, നമസ്കാരം.